Hi dear students, myself Nimi Raju. Next we are going to discuss about density based methods. In the last video we discussed about hierarchical based method and the Belts algorithm used in the hierarchical based method. Here we are going to discuss about two new algorithms. Through this video we discuss about one algorithm and the next video we discuss about the next algorithm used in the density based clustering method. Okay, then what is a density based clustering method? So first you have to consider a three-dimensional space and place the or plot the objects like this. That means നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എ സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് മീൻസ് സെറ്റ് ഓഫ് ടപ്പിൾസ് ആയിരിക്കും ഡാറ്റാബേസിൽ ഉണ്ടായിരിക്കുന്നത്. ആ ഡാറ്റാബേസിലുള്ള ആ ടപ്പിളിൻ്റെ ഏതെങ്കിലും ഒരു വാല്യൂ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുന്നത്. പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുന്ന കേസിൽ ചില റീജിയൻസ് എന്ന് പറയുന്നത് ഹൈലി പോപ്പുലേറ്റഡ് അല്ലെങ്കിൽ ഹൈലി ഡെൻസ് റീജിയൻസ് ആയിരിക്കും. ചില റീജിയൻസ് എന്ന് പറയുന്നത് ഇതേപോലെ ലോ ഡെൻസ് റീജിയൻസ് ആയിരിക്കും. സോ ഇൻ ദ കേസ് ഓഫ് ഡെൻസിറ്റി ബേസ്ഡ് അൽഗോരിതം ഈ ഡെൻസ് റീജിയൻസ് ഫോർ എക്സാമ്പിൾ ദിസ് വൺ, ഈ റീജിയൻസിനെ ആയിരിക്കും നമ്മൾ ക്ലസ്റ്റേഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ലോ ഡെൻസ് റീജിയൻസിനെ നമ്മൾ നോയ്സ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. So here we can develop based on the density, we can develop clusters of any shape. ഏത് ഷേപ്പുള്ള ക്ലസ്റ്റേഴ്സ് നമുക്ക് വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാം. ഡെൻസിറ്റീനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഹൈ ഡെൻസിറ്റി റീജിയൻസ് എല്ലാം കൂടെ ക്ലസ്റ്റേഴ്സായിട്ട് ഫോം ചെയ്യും. ലോ ഡെൻസിറ്റി റീജിയൻസ് എല്ലാം കൂടെ നമ്മൾ ഇവിടെ നോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിനെല്ലാം കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്യും. ഓക്കെ, സോ in the density based method we can discover clusters with arbitrary shape. That means n shape clusters നമുക്ക് develop ചെയ്യാൻ പറ്റും. And here the clusters we considering clusters are the dense regions of objects in the data space which are separated by regions of low density and it is represented as a noise. Dense regions, highly dense regionsനെ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത് ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ low density regions ഉണ്ട്, high density regions separated ചെയ്യും and the low density regions are known as noise. Then here we can use two algorithms, dbScan method and optic method. First we are going to discuss about the dbScan method. dbScan method means it's a density based clustering method based on connected regions with a sufficiently high density. അതായത് dbScan മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തഡോളജി എന്ന് പറയുന്നത് we are creating clusters by considering regions with higher density. അതായത് ഒരുപാട് ഡേറ്റ ഒബ്ജക്ട്സ് ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്ട്സിനെല്ലാം കൂടെ ഫോം ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്ലസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനെ പോലെ ആയിരിക്കും. സോ ഇൻ ദ ഡെൻസിറ്റി ബേസ്ഡ് dbScan മെത്തേഡിൻ്റെ ഫുൾ ഫോം ഡെൻസിറ്റി ബേസ്ഡ് സ്പേഷ്യൽ ക്ലസ്റ്ററിങ് ഓഫ് ആപ്ലിക്കേഷൻസ് വിത്ത് നോയ്സ്. ഡെൻസിറ്റി ബേസ്ഡ് സ്പേഷ്യൽ ക്ലസ്റ്ററിങ് ഓഫ് ആപ്ലിക്കേഷൻസ് വിത്ത് നോയ്സ്. അതായത് സ്പേഷ്യൽ ക്ലസ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ആ സ്പേഷ്യൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ സ്പേസിലായിരിക്കും ക്ലസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒരു ഡേറ്റ സ്പേസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അവിടെ ക്ലസ്റ്ററിങ് പെർഫോം ചെയ്യുന്നു. ഡെൻസിറ്റി ബേസ് ചെയ്തിട്ടാണ് ക്ലസ്റ്ററിങ് പെർഫോം ചെയ്യുന്നത്. ദെൻ ഇവിടെ നോയ്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, here the algorithm goes regions with a sufficiently high density into clusters and it discovers clusters of arbitrary shape in spatial databases with noise also. Here it defines a cluster as a maximal set of densitily connected points. Connected points അടുത്തടുത്ത് കുറച്ച് കണക്റ്റഡ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒന്നും കൂടെ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം ഞാൻ എക്സാമ്പിൾ. ഇങ്ങനെ കുറേ റീജിയൻസ്, ദെൻ ഹിയർ density regions, here density regions, in between them അല്ലാതെ കുറേ ഒബ്ജക്ട്സും കാണും. ഈ പറഞ്ഞ ഈ റീജിയൻസ് ഒക്കെ ആയിരിക്കും നമ്മുടെ ക്ലസ്റ്റേഴ്സ്. ഏത് ഫോമിൽ വേണമെങ്കിലും ഷേപ്പ് ചെയ്യാം. ആൻഡ് ദീസ് ക്ലസ്റ്റേഴ്സ് ആർ സെപ്പറേറ്റഡ് ബൈ ലോ ഡെൻസിറ്റി റീജിയൻസ് കോൾഡ് നോയ്സ്. ഓക്കെ, സോ ബിഫോർ ഡിസ്കസിങ് അബൌട്ട് ദ dbScan algorithm we have to discuss about some of the definitions. First definition is epsilon neighborhood. അതായത് consider a object, okay, then we have to consider a radius. For example epsilon equal to, ഇവിടെ റേഡിയസിനെയാണ് എപ്സിലോൺ കൊണ്ട് നോട്ട് ചെയ്യുന്നത്, ഈക്വൽ ടു 3 mm. അപ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ട്, 3 mm റേഡിയസ് എടുത്തിട്ട് നമ്മളെന്താ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ആ ഒരു സ്പേസിനെയാണ് നമ്മൾ എപ്സിലോൺ നൈബർഹുഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എപ്സിലോൺ നൈബർഹുഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്.
ദാറ്റ് മീൻസ് നമ്മളൊരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുക, ദെൻ ആ ഒബ്ജക്റ്റിനെ സറൗണ്ട് ചെയ്ത് ഒരു റേഡിയസിൽ ഒരു പർട്ടിക്കുലർ റേഡിയസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ പർട്ടിക്കുലർ റേഡിയസിനാണ് എപ്സിലോൺ എന്ന് പറയുന്നത്. ആ പർട്ടിക്കുലർ റേഡിയസിനെ കവർ ചെയ്ത് വരുന്ന അറൗണ്ട് ദാറ്റ് ഒബ്ജക്റ്റ് അതിനാണ് നൈബർഹുഡ്, എപ്സിലോൺ നൈബർഹുഡ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ നൈബർഹുഡിൽ, ഈ ഒബ്ജക്റ്റിൻ്റെ നൈബർഹുഡിൽ we need some points to consider it as a cluster. ഓക്കെ, നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റും ഒരു നൈബർഹുഡ് കാണും. ആ നൈബർഹുഡിൽ നമുക്ക് ഇത്രയും മിനിമം പോയിൻറ്റ്സ് വേണമെന്ന് കാണും. ഫോർ എക്സാമ്പിൾ മിനിമം പോയിൻറ്റ്സ് 5. ഇപ്പം നമുക്കിവിടെ 5-നെക്കാട്ടും അബവ് പോയിൻറ്റ്സ് ഉണ്ട്. സോ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ നൈബർഹുഡിൽ മിനിമം പോയിൻറ്റ്സ് അല്ലെങ്കിൽ മിനിമം പോയിൻറ്റ്സിനെക്കാട്ടി കൂടുതൽ പോയിൻറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു ക്ലസ്റ്ററായിട്ട് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഒബ്ജക്റ്റിനെ ഒരു കോർ ഒബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഒബ്ജക്റ്റിനെ നമുക്കൊരു കോർ ഒബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യാം. So here the neighborhood within a radius epsilon of a given object is called the epsilon neighborhood of the object. If the epsilon neighborhood of an object contains at least a minimum number of objects, then that object is called a core object. Given a set of objects D, we can say that the object P is directly density reachable from object Q if P is within the epsilon neighborhood of Q and Q is a core object. അതായത് നമുക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് Q, ദെൻ അതിനൊരു എപ്സിലോൺ നൈബർഹുഡ് ഉണ്ട്. ആ എപ്സിലോൺ നൈബർഹുഡിൽ കുറേ പോയിൻറ്റ്സ് ഉണ്ട്. ഇനി നമ്മൾ ഇതിലൊരു പോയിൻറ്റിനെ P ആയിട്ട് കൺസിഡർ ചെയ്യും. ദെൻ ഈ Pനെ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഡെൻസിറ്റി റീച്ചബിൾ ഫ്രം Q, വിച്ച് മീൻസ് Q എന്ന് പറയുന്ന ഒരു കോർ ഒബ്ജക്റ്റ് ആയിരിക്കണം. ആ Qൻ്റെ എപ്സിലോൺ നൈബർഹുഡിലായിരിക്കണം P എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റിൻ്റെ നൈബർഹുഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ആ രണ്ടാമത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു കോർ ഒബ്ജക്റ്റും ആണെങ്കിൽ അതിനെ നമുക്ക് ഡെൻസിറ്റി റീച്ചബിൾ എന്ന് പറയാം. ഓക്കെ, സോ an object P is density reachable from object P is density reachable from object Q if P is within the E epsilon neighborhood of Q and Q is a core object. ഇനി ചില കേസിൽ ഇതൊരു ഒബ്ജക്റ്റ്, ദെൻ ഇവിടെ ഒരു ഒബ്ജക്റ്റ്, ഇത് Q, ദെൻ ഇവിടെ കുറേ ഒബ്ജക്ട്സ് ഉണ്ട്, ഇത് P. അപ്പോൾ ഈ പിയും ക്യൂവും നമുക്ക് ഡെൻസിറ്റി റീച്ചബിൾ ആയിരിക്കും. അതായത് ക്യൂവിൻ്റെ നൈബർഹുഡിലായിട്ടൊക്കെ ആയിരിക്കും ക്യൂ വരുന്നത്. ക്യൂവിൻ്റെ നൈബർഹുഡിലായിരിക്കത്തില്ല ചിലപ്പോൾ വരുന്നത്, പക്ഷേ ക്യൂവിൻ്റെ നൈബറായിട്ടൊക്കെ ആയിരിക്കും P വരുന്നത്. അതായത് പിനും ക്യൂവിനും ഇടയ്ക്ക് നമുക്ക് കുറേ ഒബ്ജക്ട്സുകൾ കാണും. വൺസ് മോർ, ക്യൂ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ്, ദെൻ P എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ്. P ഈസ് ഡയറക്ട്ലി റീച്ചബിൾ ഫ്രം ഓർ ഡെൻസിറ്റി റീച്ചബിൾ ഫ്രം ക്യൂ. ബട്ട് ഡയറക്റ്റ് ആയിരിക്കത്തില്ല, ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും. ഇൻഡയറക്റ്റ് ആയിരിക്കും എന്ന് മീൻസ് എന്താ, പിനും ക്യൂവിനും ഇടയ്ക്ക് വേറെ കുറേ ഒബ്ജക്ട്സുകൾ കാണും, ചെയിനായിട്ട് കുറേ ഒബ്ജക്ട്സുകൾ കാണും. ആ ഓരോ ഒബ്ജക്ട്സും അതിൻ്റെ നെക്സ്റ്റ് ഒബ്ജക്ട്സുമായിട്ട് ഡെൻസിറ്റി റീച്ചബിൾ ആയിരിക്കും. സോ an object P is density reachable from object Q with respect to epsilon and minimum points in a set of objects if there is a chain of objects P1 up to Pn where P1 equal to Q and Pn equal to P such that Pi plus 1 is directly densely reachable from Pi with respect to epsilon and minimum points for I less than or equal to 1 less than or equal to I less than or equal to n. അതായത് അവിടെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് നമുക്കൊരു ഒബ്ജക്റ്റ് ക്യൂ ഉണ്ട്, ദെൻ അതിനകത്ത് എപ്സിലോൺ നൈബർഹുഡിൽ കുറേ പോയിൻറ്റ്സ് കാണാം. അതിലേതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും P. ഈ പിയും ക്യൂവും തമ്മിൽ ഡയറക്റ്റ്ലി ഡെൻസിറ്റി റീച്ചബിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് ആ ക്യൂവിൻ്റെ എപ്സിലോൺ നൈബർഹുഡിൽ വരുന്ന ആളായിരിക്കും P ആൻഡ് ദാറ്റ് ക്യൂ ഇക്ക് എ കോർ ഒബ്ജക്റ്റ്. ഇനി നമ്മൾ സെക്കൻഡ് കേസിൽ ഫസ്റ്റ് കേസിൽ P ഈസ് ഡയറക്ട്ലി റീച്ചബിൾ ഫ്രം ക്യൂ ആണ്. സെക്കൻഡ് കേസിൽ P ഈസ് റീച്ചബിൾ ഫ്രം ക്യൂ ആണ് ബട്ട് നോട്ട് ഡയറക്ട്ലി റീച്ചബിൾ. ഈ കേസിൽ റീച്ചബിൾ എന്നേ പറയുന്നുള്ളൂ, ഡയറക്ട്ലി റീച്ചബിൾ എന്ന് പറയുന്നില്ല. ദാറ്റ് മീൻസ് റീച്ചബിൾ മീൻസ് നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ട്, ദെൻ ഇവിടാണ് നമ്മുടെ ക്യൂ, ഇവിടാണ് നമ്മുടെ P. അതിനിടയ്ക്ക് കുറേ പോയിൻറ്റ്സുകൾ കാണും, ചെയിൻ ഓഫ് പോയിൻറ്റ്സ് കാണും. അപ്പോൾ ഈ പിയും ക്യൂവും ഡെൻസിറ്റി റീച്ചബിൾ എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ അതിനകത്ത് കുറേ ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ആ ഇൻ ബിറ്റ്വീൻ ഒബ്ജക്ട്സ് എല്ലാം റീച്ചബിൾ ആയിരിക്കും. അതായത് നമ്മൾ
ഇതാണ് നമ്മുടെ P1, ഇതാണ് നമ്മുടെ P നമ്മൾ Pn എന്ന് എടുക്കും, അല്ലെങ്കിൽ തിരിച്ച് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ എക്സാമ്പിളിനെ ബേസ് ചെയ്ത് പറയുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഹിയർ ദിസ് ഈസ് P, ഇവിടെയൊക്കെ കുറേ ഒബ്ജക്ട്സ് ഉണ്ട്, ഇവിടെയാണ് നമ്മുടെ Q, അപ്പോൾ ഇതാണ് നമ്മുടെ P1, ഇതാണ് നമ്മുടെ Pn. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓരോ P+1, അതായത് ഇവിടുത്തെ ഇതാണ് P2, ഇതാണ് P3 എങ്കിൽ ഈ P2 എന്ന് പറയുന്നത് P1 എന്ന് വെച്ചാൽ നമ്മുടെ Q ആയിട്ട് ഡയറക്റ്റ്ലി റീച്ചബിൾ ആയിരിക്കും. ഇനി P3 എന്ന് പറഞ്ഞാൽ P2 ആയിട്ട് ഡയറക്റ്റ് റീച്ചബിൾ ആയിരിക്കും. ഇനി നമ്മുടെ P4 എന്ന് പറയുന്നത് P3 ആയിട്ട് ഡയറക്റ്റ് റീച്ചബിൾ ആയിരിക്കും. P5 എന്ന് പറയുന്നത് P4 ആയിട്ട് ഡയറക്റ്റ്ലി റീച്ചബിൾ ആയിരിക്കും. നമ്മൾ ലാസ്റ്റ് എടുക്കുന്ന P5 അല്ലെങ്കിൽ Pn അല്ലെങ്കിൽ നമ്മുടെ P എന്ന് പറയുന്നത് P4 ആയിട്ട് ഡയറക്റ്റ്ലി റീച്ചബിൾ ആയിരിക്കും. സോ നമ്മൾ Pയും Qയും ഡയറക്റ്റ്ലി റീച്ചബിൾ മീൻസ് അതിനിടയ്ക്ക് വേറെ ഒബ്ജക്ട്സ് ഒന്നും കാണത്തില്ല. Pയും Qയും റീച്ചബിൾ മീൻസ് അതിനിടയ്ക്ക് ഒരു ചെയിൻ ഓഫ് ഒബ്ജക്ട്സ് കാണും. ആ ഇടയ്ക്കുള്ള ഒബ്ജക്ട്സ് എല്ലാം അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ആളുമായിട്ട് റീച്ചബിൾ ആയിരിക്കും. ഇനി ചില കേസിൽ ഇതിപ്പോൾ P, ഇതിപ്പോൾ Q, ദെൻ അതിനിടയ്ക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു O. അപ്പോൾ ഈ P എന്ന് പറയുന്ന ആൾ O ആയിട്ട് റീച്ചബിളാണ്, ദെൻ Q O ആയിട്ട് റീച്ചബിളാണ്. അപ്പോൾ ഇതിന് രണ്ടിനെ നമുക്ക് ഡെൻസിറ്റി കണക്റ്റഡ് എന്ന് പറയാം. Pയും Qയും തമ്മിൽ റിലേഷൻ ഒന്നും കാണത്തില്ല. P വേറെ ഒബ്ജക്റ്റുമായിട്ട് ഡയറക്റ്റ്ലി റീച്ചബിൾ ആണ്, Q വേറെ ഒബ്ജക്റ്റുമായിട്ട് റീച്ചബിൾ ആണെങ്കിൽ ആ മിഡിൽ ഒബ്ജക്റ്റായിട്ട് നിൽക്കുന്ന ആൾ O ആണ് ഇവിടുത്തെ മിഡിൽ ഒബ്ജക്റ്റ്. O ആയിട്ട് റീച്ചബിൾ ആയിട്ടുള്ള Pനെയും Qനെയും നമുക്ക് ഡെൻസിറ്റി കണക്റ്റഡ് എന്ന് പറയാം. അതാണ് ലാസ്റ്റ് പോയിന്റ്. An object P is density connected to object Q with respect to epsilon and minimum points. ഇവിടെ എല്ലാം നമ്മൾ എപ്സിലോണും ആ റേഡിയസ് വാല്യൂവും അതുപോലെ തന്നെ മിനിമം നമ്പർ ഓഫ് പോയിൻറ്റ്സും വെച്ചിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്ന കോർ ഒബ്ജക്ട്സിനെ. There is an object O such that both P and Q are density reachable from O with respect to epsilon and minimum points. ഓക്കെ, നമ്മളിവിടെ 4 ഡെഫിനിഷൻസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുക, ദെൻ ഒരു റേഡിയസ് എപ്സിലോൺ കൺസിഡർ ചെയ്യുക. ആ റേഡിയസിൻ്റെ ആ ഒരു ബൗണ്ടറിക്കകത്ത് വരുന്ന ആ ഒരു പോർഷനാണ് എപ്സിലോൺ നൈബർഹുഡ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു ഒബ്ജക്റ്റിൻ്റെ എപ്സിലോൺ നൈബർഹുഡിൽ ഒരു മിനിമം നമ്പർ ഓഫ് പോയിൻറ്റ്സ്, സ്പെസിഫൈഡ് മിനിമം നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് ഒബ്ജക്റ്റിനെ നമുക്ക് കോർ ഒബ്ജക്റ്റ് എന്ന് പറയാം. ഇനി ഒരു ഒബ്ജക്റ്റിനെ വേറൊരു ഒബ്ജക്റ്റ് ഡയറക്റ്റ്ലി ഡെൻസിറ്റി റീച്ചബിൾ എന്ന് നമുക്ക് പറയണമെങ്കിൽ ആ ഫസ്റ്റ് ഒബ്ജക്റ്റ് സെക്കൻഡ് ഒബ്ജക്റ്റിൻ്റെ എപ്സിലോൺ നൈബർഹുഡിൽ വരുന്നതുമായിരിക്കണം. സെക്കൻഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു കോർ ഒബ്ജക്റ്റും ആയിരിക്കണം. അതായത് P Q ആയിട്ട് ഡയറക്റ്റ്ലി ഡെൻസിബിൾ ആണെങ്കിൽ Q കോർ ഒബ്ജക്റ്റും ആയിരിക്കണം, Qൻ്റെ എപ്സിലോൺ നൈബർഹുഡിൽ വരുന്ന ആളായിരിക്കണം P. ഇനി ചില കേസസിൽ Pയും Qയും റീച്ചബിൾ ആയിരിക്കും, പക്ഷേ ഡയറക്റ്റ് റീച്ചബിൾ ആയിരിക്കത്തില്ല. ഇൻ ബിറ്റ്വീൻ ദം ഒരു ചെയിൻ ഓഫ് പോയിൻറ്റേഴ്സ്, ചെയിൻ ഓഫ് ഒബ്ജക്ട്സ് കാണും. ആ ചെയിൻ ഓഫ് ഒബ്ജക്ട്സിൽ വരുന്ന ഓരോ ഒബ്ജക്ട്സും ഓരോ P of I+1ഉം P of I ആയിട്ട് ഡയറക്റ്റ്ലി ഡെൻസിറ്റി റീച്ചബിൾ ആയിരിക്കും. ഇനി ചില കേസിൽ Pയും Qനെ ഡെൻസിറ്റി കണക്റ്റഡ് എന്ന് പറയാം. ഡെൻസിറ്റി കണക്റ്റഡ് മീൻസ് ദാറ്റ് P and Q ബോത്ത് ആർ ഡയറക്റ്റ്ലി ഡെൻസിറ്റി റീച്ചബിൾ വിത്ത് എ കോമൺ ഒബ്ജക്റ്റ്. ഒരു കോമൺ ഒബ്ജക്റ്റുമായിട്ട് ഡയറക്റ്റ്ലി ഡെൻസിറ്റി റീച്ചബിൾ ആയിരിക്കും, പക്ഷേ അവർ തമ്മിൽ ഡയറക്റ്റ്ലി ഡെൻസിറ്റി റീച്ചബിൾ ആയിരിക്കത്തില്ല. ഇൻ ബിറ്റ്വീൻ ഒരാൾ കാണും. ആ കേസിൽ അവരെ ഡെൻസിറ്റി കണക്റ്റഡ് എന്ന് പറയും. അപ്പോൾ ഈ ഡെഫിനേഷൻസ് എല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ DB സ്കാൻ അൽഗോരിതം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഹിയർ minimum point is equal to 3 and epsilon is represented by radius. അപ്പോൾ ഇതിനകത്ത് ഇവിടെ മിനിമം പോയിൻറ്റ്സ് 3 ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ M കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എമ്മിൻ്റെ ആ ഒരു പർട്ടിക്കുലർ റേഡിയസിനകത്ത് ടോട്ടൽ നമ്മൾ ആ M എടുക്കും. എമ്മിൻ്റെ നെബർഹുഡ് നോക്കുമ്പോൾ എമ്മും കൂടെ നോക്കും കേട്ടോ. മിനിമം പോയിൻറ്റ്സ് നോക്കുമ്പോൾ ആ കോർ ഒബ്ജക്റ്റും കൂടെ നോക്കും. അപ്പോൾ നമ്മളിവിടെ M എടുക്കുമ്പോൾ M ഒരു പോയിൻറ്റ് 2 3 4 5. അപ്പോൾ ഇതൊരു M ഒരു കോർ ഒബ്ജക്റ്റാണ്. ഇനി നമ്മുടെ P എടുക്കുന്ന നോക്കുമ്പോഴും എന്തായിരിക്കും, Pക്ക് ചുറ്റും എടുത്ത് നോക്കുമ്പോഴും എന്തായിരിക്കും 1 2 3 4, അതും ഒരു കോർ ഒബ്ജക്റ്റാണ്. പിന്നെ നെക്സ്റ്റ് ഡയഗ്രം നോക്കുമ്പോഴത്തേക്ക് ഇവിടെ O ഒരു കോർ ഒബ്ജക്റ്റാണ്, ദെൻ R ഒക്കെ ഒരു കോർ ഒബ്ജക്റ്റാണ്. സോ ഹിയർ M, P, O and R are core objects, that is each is in the epsilon neighborhood containing at least 3 points. അപ്പം നമ്മൾ ഈ പറഞ്ഞ M, P, Oയിലെല്ലാം അതിൻ്റെ എപ്സിലോൺ നൈബർഹുഡ് എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 3 പോയിൻറ്റ്സ് എങ്കിലും ഉണ്ട്. ദെൻ M is directly density reachable from P and Q is directly reachable from M. എമ്മും പിയും ഡയറക്റ്റ്ലി റീച്ചബിൾ ആയിരിക്കും, അതുപോലെ Qയും എമ്മും ഡയറക്റ്റ്ലി റീച്ചബിൾ ആയിരിക്കും. പക്ഷേ Qയും പിയും നോക്കുമ്പോഴത്തേക്ക് ഡയറക്റ്റ്ലി റീച്ചബിൾ ആയിരിക്കത്തില്ല, ബട്ട് റീച്ചബിൾ ആയിരിക്കും. ഇനി നമ്മൾ സെക്കൻഡ് ഡയഗ്രത്തിനകത്ത് അതുപോലെ തന്നെ ORS ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഡെൻസിറ്റി കണക്റ്റഡ് ആയിരിക്കും. അതായത് ഇവിടെ എസും ഒയും കണക്റ്റഡ് ആയിരിക്കും, ദെൻ
ആറും ഒയും കണക്റ്റഡ് ആയിരിക്കും. സോ എസ്സും ആറിനെ നമുക്ക് ഡെൻസിറ്റി കണക്റ്റഡ് എന്ന് പറയാം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഡി ബി സ്കാൻ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്? ഡി ബി സ്കാൻ അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഡെൻസിറ്റി ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഹൈലി ഡെൻസ് ഏരിയാസിനെ അല്ലെങ്കിൽ റീജിയൻസിനെ നമ്മൾ ക്ലസ്റ്റേഴ്സായിട്ട് ഫോം ചെയ്യും. അതെങ്ങനെയെന്നാണ് നോക്കുന്നത്. ഹിയർ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. നമ്മൾ റാൻഡമായിട്ട് നമുക്ക് കുറേ പോയിൻറ്റ്സ് കാണും. റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു പോയിൻറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യും. അതിൻ്റെ എപ്സിലോൺ നൈബർഹുഡിൽ മിനിമം പോയിൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ ആ പോയിൻറ്റിനെ, ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്ന പോയിൻറ്റ് പി ആണെങ്കിൽ ആ പോയിൻറ്റിനെ നമ്മൾ കോർ ഒബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇനി ഈ കോർ ഒബ്ജക്റ്റിൻ്റെ എപ്സിലോൺ നൈബർഹുഡിൽ വരുന്ന പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. ആ നൈബർഹുഡിൽ വരുന്ന ഓരോ പോയിൻറ്റ്സും എടുത്തിട്ട് ആ ഓരോ പോയിൻറ്റ്സിൻ്റെ നൈബർഹുഡ് വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആദ്യം നമ്മൾ പി എന്നൊരു പോയിൻ്റ് എടുത്തു. പി ഒരു കോർ ഒബ്ജക്റ്റാണ്. അതായത് അതിൻ്റെ നൈബർഹുഡിൽ മിനിമം നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ പീൻ്റെ നൈബേഴ്സിന് നമ്മളിപ്പോൾ എടുക്കുക P1, P2, P3, P4, P5. ഈ ഓരോ ഒബ്ജക്റ്റിനെ എടുക്കണം. ഓരോ ഒബ്ജക്റ്റിനെ എടുത്തിട്ട് ഫോർ എക്സാമ്പിൾ P1 എടുത്തിട്ട് P1ൻ്റെ നൈബേഴ്സിനെ നോക്കും. അതിൻ്റെ നൈബേഴ്സ് നോക്കുമ്പോഴും മിനിമം നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ പോയിൻറ്റ്സിനെ എല്ലാം നമ്മളൊരു സെറ്റിനകത്തോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് ഒപ്പിക്കൊണ്ടേയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ എടുത്തു P. അതിൻ്റെ നൈബർഹുഡിൽ കുറേ ഒബ്ജക്റ്റ്സ് ഉണ്ട്. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെ നൈബർഹുഡ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അതിനെ എല്ലാത്തിനെയും നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വിസിറ്റ് ചെയ്ത് പോകും. ഓക്കെ, അങ്ങനെ വിസിറ്റ് ചെയ്ത് പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് കാണും. എവിടെയെങ്കിലും, അതായത് നമ്മൾ ഇതിൻ്റെ ഒരു നൈബറായിട്ട് ഇവിടെ ഉള്ള ആരെ എടുത്തു. ഇനി അയാളെ എടുത്തപ്പോഴത്തേക്ക് അയാൾക്ക് നൈബർഹുഡിൽ ആരുമില്ല. അങ്ങനെ വരുന്ന കേസിൽ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഇത്രയും പോയിൻറ്റ്സിനെ വെച്ചിട്ടായിരിക്കും നമ്മളൊരു ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ റാൻഡമായിട്ടുള്ള വേറെ ഏതെങ്കിലും പോയിൻ്റ് എടുക്കും. എന്നിട്ട് ആ പോയിൻറ്റിനെയും നൈബർഹുഡിലുള്ളവരെയും അതിൻ്റെ നൈബർഹുഡിലുള്ളവരെയും ഇങ്ങനെ ഐട്രേറ്റായിട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്തടുത്തുള്ള പോയിൻറ്റ്സ് എല്ലാം കൂടെ ഒരു ക്ലസ്റ്റേഴ്സായിട്ട് ഡെവലപ്പ് ചെയ്യും. ദെൻ ഒന്നിലും പെടാത്ത പോയിൻറ്റ്സ് ആയിരിക്കും ഇവിടെ നോയ്സായിട്ട് എടുക്കുന്നത്. സോ ഹിയർ the DB scan checks the epsilon neighborhood of each point in the database. If the epsilon neighborhood of a point to P contains more than minimum points, a new cluster with P as a core object is created. DB scan then iteratively collects directly density reachable objects from these core objects, which may involve the merge of a few density reachable clusters. And the process will terminate when no point can be added to any clusters. ഇനി ഓരോ പോയിൻ്റ് എടുത്ത് അതിൻ്റെ നൈബർഹുഡിനെ എടുത്ത് ഫൈനലി ഒരു ക്ലസ്റ്റർ കിട്ടും. വീണ്ടും നമ്മൾ റാൻഡമായിട്ടുള്ള ആരെങ്കിലും എടുത്ത് അതിൻ്റെ നൈബർഹുഡിനെ ആഡ് ചെയ്ത് വേറെ ക്ലസ്റ്റേഴ്സ് കിട്ടും. അപ്പോൾ നമ്മൾ ഫൈനലി നോക്കുമ്പോഴത്തേക്ക് എല്ലാ ഒബ്ജക്ട്സും നമ്മൾ ഒരു വട്ടം എടുത്തിട്ടുള്ളതായിരിക്കും. ഏതെങ്കിലും ഒബ്ജക്ട്സ് എടുക്കാതെ ഉണ്ടെങ്കിൽ അത് നോയ്സ് ആയിരിക്കും. സോ in the DB scan algorithm, input is a data set. D consists of n objects, epsilon that is the radius parameter, and the minimum points that is the neighborhood density threshold. Here the output is a set of density based clusters. Then initially we have to mark all objects as unvisited. എല്ലാ ഒബ്ജക്ട്സും അൺവിസിറ്റഡ് ആയിരിക്കും. Then we have to perform from step 3 to step 15 until no object is unvisited. First randomly select unvisited object P. First ഒരു ഒബ്ജക്റ്റിനെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുക P. Then mark that P as visited. Then if the epsilon neighborhood of the P has at least minimum number of points, നമ്മൾ എടുക്കുന്ന പിയുടെ നൈബർഹുഡിൽ അറ്റ്ലീസ്റ്റ് സ്പെസിഫൈഡ് ആയിട്ടുള്ള മിനിമം പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ we can create a new cluster C and add that P, that is P is a core object, and add that P to C. ഇനി നമ്മൾ എടുക്കുന്ന പിയുടെ നൈബർഹുഡിൽ മിനിമം നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളൊരു പുതിയ ക്ലസ്റ്റർ ഡെവലപ്പ് ചെയ്യും. അതിൻ്റെ കോർ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പി ആയിരിക്കും. ദെൻ ലെറ്റ് കൺസിഡർ എ സെറ്റ് ഇൻ വിത്ത് എ സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ഇൻ ദ എപ്സിലോൺ നൈബർഹുഡ് ഓഫ് പി. പിയുടെ എപ്സിലോൺ നൈബർഹുഡിൽ വരുന്ന സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ആയിരിക്കും എന്നിൽ വരുന്നത്. ദെൻ ഫോർ ഈച്ച് പോയിൻ്റ് പി ഡാഷ് ഇൻ എൻ, നമ്മുടെ എപ്സിലോൺ നൈബർഹുഡ് ഓഫ് പിയിൽ വരുന്ന പോയിൻറ്റ്സ് എല്ലാം എന്നിലിരിക്കുവാണ്. ആ എന്നിലുള്ള ഓരോ പോയിൻറ്റ്സിനെ എടുക്കുക. ദെൻ ഇഫ് പി ഡാഷ് ഈസ് അൺവിസിറ്റഡ്, നമ്മളെടുക്കുന്ന പി ഡാഷ് അൺവിസിറ്റഡ് ആണെങ്കിൽ മാർക്ക് ഇറ്റ് ആസ് വിസിറ്റഡ്. ദെൻ ദ എപ്സിലോൺ നൈബർഹുഡ് ഓഫ് പി ഡാഷ് ഹാസ് അറ്റ്ലീസ്റ്റ് മിനിമം പോയിൻറ്റ്സ്, ആഡ് ദോസ് പോയിൻറ്റ്സ് ടു എൻ.
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ പിയുടെ നൈബറായിട്ട് P1 എടുത്തു. ദെൻ P1ൻ്റെ നൈബേഴ്സ് നോക്കുമ്പോഴും അവിടെ നമുക്കൊരു മിനിമം നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ പോയിൻറ്റ്സിനെയും കൂടെ ഈ പറഞ്ഞ ആടെ നൈബറാക്കുക. എന്നിലോട്ട് ആഡ് ചെയ്യുക മീൻസ് ആടെ നൈബറാക്കണം, പിയുടെ നൈബറാക്കണം. ഒന്നും കൂടെ പറയാം, നമുക്ക് പിയുടെ നൈബേഴ്സ് ആയിരുന്നു P1 അപ് ടു P5. അപ്പോൾ നമുക്ക് മിനിമം 3 പോയിൻറ്റ്സ് വേണമെന്നായിരുന്നു പീനെ കോറാക്കാൻ. നമുക്കിപ്പോൾ 5 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ കോർ ഒബ്ജക്റ്റായി. പി വെച്ചിട്ട് നമ്മളൊരു ക്ലസ്റ്റർ ഉണ്ടാക്കി. അതിനകത്ത് ഈ പറഞ്ഞ P1 ടു P5 ഉണ്ട്. ഇനി അതിൽ ഓരോരുത്തരെയും എടുക്കും. അപ്പോൾ ഈ പറഞ്ഞ പിയുടെ നൈബേഴ്സ് P1 ടു P5 എവിടെ ഉണ്ട്? എന്നിലുണ്ട്. ഈ എന്നിൽ നിന്ന് ഓരോരുത്തരെയും എടുക്കും. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് P1നെ എടുത്തു. P1നെ എടുത്തിട്ട് അതിൻ്റെ നൈബേഴ്സിനെ നോക്കും. അതിൻ്റെ നൈബേഴ്സിനെ നോക്കിയപ്പോഴും നമ്പർ ഓഫ് നൈബേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. ആ നൈബേഴ്സിനെയും കൂടെ നമ്മൾ എന്നിലോട്ട് ആഡ് ചെയ്യും. ഇനി P2 എടുത്തു. P2ൻ്റെ നൈബേഴ്സ് നോക്കുമ്പോഴും അതിൻ്റെ നൈബേഴ്സിൻ്റെയും നൈബേഴ്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അതിനെ നമ്മൾ എന്നിലോട്ട് ആഡ് ചെയ്യും. അങ്ങനെ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ആഡ് ചെയ്യുന്നവരെല്ലാം വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇഫ് P is unvisited, mark P dash, sorry, if P dash is unvisited, mark P dash as visited, and if the P dash also consists of minimum number of points as neighborhood, then add those points to n. Then if P dash is not yet a member of any cluster, P dash നമ്മളിപ്പോൾ എടുത്ത P dash ഒരു ക്ലസ്റ്ററിൻ്റെ മെമ്പർ ആയിട്ടില്ല. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ക്ലസ്റ്റർ ഒരാളെന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ക്ലസ്റ്ററിൻ്റെ മെമ്പർ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇയാളെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് P dash is not yet a member of any cluster, add that P dash to C. End for output C. Else mark P as noise until no object is unvisited. സോ എല്ലാ പോയിൻറ്റ്സും ഇങ്ങനെ ഇത് നൈബർഹുഡ് പോയിൻറ്റ്സ് എല്ലാം ഇങ്ങനെ അട്രേറ്റീവായിട്ട് എടുത്തിട്ട് ഫൈനലി എന്തായിരിക്കും ക്ലസ്റ്ററിനെ ഔട്ട്പുട്ട് ചെയ്യാം. അല്ലെങ്കിൽ ദാറ്റ് മീൻസ് നമ്മളെടുത്ത പിക്ക് നൈബർഹുഡ്സിൽ മിനിമം പോയിൻറ്റ്സ് ഇല്ലെങ്കിൽ വി ഹാവ് ടു മാർക്ക് ദാറ്റ് പോയിൻറ്റ് P ആസ് നോയ്സ്. അപ്പോൾ എല്ലാ പോയിൻറ്റ്സ്, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് ഒരു ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റാൻഡമായിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ക്ലസ്റ്ററിനെ വേറെ ഏതെങ്കിലും പോയിൻറ്റിനെ എടുക്കാം. അപ്പോൾ ഓരോ പോയിൻറ്റും എടുക്കുമ്പോഴും അതിൻ്റെ നൈബർഹുഡ്സ് ആഡ് ചെയ്ത് വെച്ച് ക്ലസ്റ്റർ ഡെവലപ്പ് ചെയ്യാം. ദെൻ അല്ലാന്നുണ്ടെങ്കിൽ അത് നോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതാണ് TP സ്കാൻ മെത്തേഡ്. ഓക്കെ, താങ്ക് യു.